ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ 25-ലെ എൻഡമോളജി AO എക്സാമിലെ എൻഡമോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് കേട്ടോ. So, first question. Which of the following statements are incorrect? First statement is mandibles of honeybees are blunt. Yes. ഹണിബിയുടെ മാൻഡിബിൾസ് ബ്ലണ്ട് ആണ്. സോ ഹണിബീസിലെ മാൻഡിബിൾസിന്റെ യൂസ് എന്താ, ഈ കോമ്പൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൻഡിബിൾസ് യൂസ് ചെയ്യുന്നത് ഹണിബി. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ്, ഹൈപ്പോഫാരിങ്സ് ഈസ് മോഡിഫൈഡ് ആസ് സ്റ്റൈലറ്റ്സ് ഇൻ ഹെമിപ്റ്റെറൻ ബഗ്സ്. നോക്കൂ, ഹെമിപ്റ്റെറയിൽ ഹൈപ്പോഫാരിങ്സും എപ്പിഫാരിങ്സും ആബ്സെന്റ് ആണ്. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. Third statement is Lasinia is modified as proboscis in butterfly. In butterflies, Lasinia അല്ല Gallia ആണ് modified as proboscis. പിന്നെ fourth statement is Gallia and Lasinia are part of maxilla. Yes, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗാലിയും ലസീനിയും മാക്സിലയുടെ പാർട്ട് ആണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് കേട്ടോ. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ദ ഗാൾ ഇൻ റൈസ് കോസ്ഡ് ബൈ rice gall-midge is a modification of dash. So rice gall-midge അതിന്റെ സിംറ്റം ആണ് ഈ ഗാൾ പ്രൊഡക്ഷൻ. അത് ഏതിന്റെ മോഡിഫിക്കേഷൻ ആണ്? ലീഫ് ആണോ, ലീഫ് ഷീത്ത് ആണോ, സ്റ്റെം ആണോ, പീറ്റിയോൾ ആണോ? ദി കറക്റ്റ് ആൻസർ ഈസ് ലീഫ് ഷീത്ത്. ലീഫ് ഷീത്തിന്റെ മോഡിഫിക്കേഷൻ ആണ് ഈ ഒരു ഗൾസ്. സോ ഓപ്ഷൻ ഈസ് ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? സോ ഈ ക്വസ്റ്റ്യൻ എൻഡമോളജിയിലെ HPR പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. സോ ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസി എന്നാണ്. സോ ഹോസ്റ്റ് പ്ലാന്റ് റെസിസ്റ്റൻസിനെ നോക്കുമ്പോൾ നമ്മൾ 3 കൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്: ആന്റിസീനോസിസ്, ആന്റിബയോസിസ്, പിന്നെ ടോളറൻസ്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് presence of trichomes in leaves confers resistance to plants by antisenosis. സോ ആന്റിസീനോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉള്ളത് കാരണം ആ ഒരു ഇൻസെക്ട് ആ പ്ലാന്റ് പ്രിഫർ ചെയ്യില്ല. സോ ഇൻഡയറക്ട്ലി ആ പ്ലാന്റ് ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ കാരണം റെസിസ്റ്റന്റ് ആണ് ആ ഒരു ഇൻസെക്റ്റിന്. സോ അതിനെയാണ് നമ്മൾ ആന്റിസീനോസിസ് എന്ന് പറയുന്നത്. ട്രൈക്കോംസ് എന്ന് വെച്ചാൽ ആ പ്ലാന്റിന്റെ ഹെയർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് ട്രൈക്കോംസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, presence of gossypol in cotton confers resistance by antisenosis. അത് ആന്റിസീനോസിസ് അല്ല, ആന്റിബയോസിസ് ആണ്. സോ ആന്റിബയോസിസ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു ബയോകെമിക്കൽ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ കോമ്പണന്റ് കാരണം ഒരു പ്ലാന്റ് ഒരു ഇൻസെക്റ്റിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ആന്റിബയോസിസ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Third statement, the ability of a rice variety to produce more tillers after the infestation of rice stem borer is tolerance. Yes, so tolerance എന്ന് വെച്ചാൽ എന്താ? ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരു ഇൻസെക്ട് കാരണം ഇൻഫെസ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും കൂടി ആ ഒരു പ്ലാന്റ് ആ ഒരു ഇൻഫെസ്റ്റേഷനെ വിത്ത്ഹോൾഡ് ചെയ്ത് ഒരു അഡീഷണൽ വഴിയിലൂടെ ആ ഒരു എൻറ്റയർ ഈൽഡ് അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ആ ഒരു ഈൽഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് തരുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് സ്റ്റെംബോറിന്റെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടെങ്കിലും കൂടി അഡീഷണൽ ടില്ലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഈൽഡ് തരുന്നു. സോ അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. പിന്നെ ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ബയോടൈപ്പ് ഡെവലപ്മെന്റ് occurs in varieties with antibiosis as the resistance mechanism. യെസ്, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ആന്റിബയോസിസ്, അതായത് ഇപ്പോൾ ഒരു പ്ലാന്റ് എന്തെങ്കിലും ഫിസിയോളജിക്കൽ കോമ്പണന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഒരു കോമ്പണന്റിനെ റെസിസ്റ്റ് ചെയ്ത് അത് അല്ലെങ്കിൽ ആ ഒരു കോമ്പണന്റിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനെങ്ങാനും ആ ഒരു ഇൻസെക്ട് ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. സോ അതിനെയാണ് നമ്മൾ ബയോടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ഇൻസെക്റ്റിൽ ചിലപ്പോൾ 2-3 ബയോടൈപ്പുകളൊക്കെ ഉണ്ടാവും. സോ ദാറ്റ് ഇസ് because of this antibiosis. ഈ ഒരു ആന്റിബയോസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോടൈപ്പ് ഡെവലപ്പ് ആവുന്നത്. സോ ദി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? 1, 3 and 4. So the correct option is option C. So the fourth question is, gummy exudation from banana pseudostem is due to Cosmopolitus sordidus. സോ കോസ്മോപോളിറ്റസ് സോറിഡസ് എന്ന് പറയുന്ന റൈസോം വീവിലാണ്. ഗമ്മി എക്സുഡേഷൻ, സ്യൂഡോസ്റ്റെമിലെ ഗമ്മി എക്സുഡേഷൻ കോസ് ചെയ്യുന്നത് സ്യൂഡോസ്റ്റെം വീവിലാണ്. സോ ഇത് ഒഡോയിപ്പോറസ് ആണ് കേട്ടോ, കോസ്മോപോളിറ്റസ് സോറിഡസ് അല്ല. പിന്നെ so the first statement is wrong. പിന്നെ second statement, warty appearance on guava fruits is due to the tea mosquito bug. Yes, tea mosquito bug സ്റ്റൈലറ്റ് ഇൻസേർട്ട് ചെയ്ത് കുത്തുന്നത് കാരണമാണ് ഈ ഒരു warty appearance ആ ഒരു ഫ്രൂട്ടിന്റെ മുകളിൽ ഉണ്ടാകുന്നത്. So the second statement is correct.
പിന്നെ വിൽറ്റിംഗ് ഓഫ് ടെൻഡർ ഷൂട്ട്സ് ഓഫ് ബ്രിഞ്ചോൾ ഇസ് ഡ്യൂ ടു ല്യൂസിനോഡസ് ഓർബനാലിസ്. ല്യൂസിനോഡസ് ഓർബനാലിസിന്റെ കോമൺ നെയിം തന്നെ ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോർ എന്നാണ്. എന്ന് വെച്ചാൽ ഫ്രൂട്ടിലും ഷൂട്ടിലും അറ്റാക്ക് ചെയ്യുന്ന ഒരു ബോറാണ്. സോ ദി തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. വിൽറ്റിംഗ് ടെൻഡർ ഷൂട്ട്സ് ഒക്കെ വിൽറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ല്യൂസിനോഡസ് ഓർബനാലിസ്. സോ ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, മാർജിനൽ യെല്ലോയിങ് ഓഫ് ബിറ്റർ ഗോഡ് ലീവ്സ് ഇസ് ഡ്യൂ ടു വൈറ്റ് ഫ്ലൈ അറ്റാക്ക്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വൈറ്റ് ഫ്ലൈ അറ്റാക്ക് ഒരിക്കലും മാർജിനൽ യെല്ലോയിങ് ഒന്നും കോസ് ചെയ്യില്ല. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 2 and 3. So the correct option is option B. Option 2 and 3 are correct. Fifth question, which of the following can be used for the management of nematodes? So the broad ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നെമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണെന്നുള്ളത്. സോ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, അതായത് ഓൾ ദി എബോ. ഈ 4 ഓപ്ഷനും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്, ഇറ്റ് ഇസ് എ ബാക്ടീരിയ വിച്ച് ഇസ് യൂസ്ഡ് അഗൈൻസ്റ്റ് നെമറ്റോഡ്. പിന്നെ ട്രൈക്കോഡെർമ, പോച്ചോണിയ, പേസിലോമൈസസ്, ഇത് മൂന്നും ഫംഗസ് ആണ് കേട്ടോ. സോ ഈ 3 ഫംഗസും യൂസ് ചെയ്യാറുണ്ട്. സോ സ്പെസിഫിക്കലി റൂട്ട് നോഡ് നെമറ്റോഡ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പേസിലോമൈസസ് അല്ലെങ്കിൽ പോച്ചോണിയ ചൂസ് ചെയ്യായിരുന്നു. ബട്ട് ബ്രോഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ബാക്ടീരിയ സ്യൂഡോമോണസ് ഫ്ലൂറസൻസിന് നമുക്ക് യൂസ് ചെയ്യാം. ഫംഗസ് ആയിട്ട് നമുക്ക് ട്രൈക്കോഡെർമ, പോച്ചോണിയ, പേസിലോമൈസസ് ഒക്കെ യൂസ് ചെയ്യും. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. which among the following is not a predator? ഇതിൽ predator അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സോ ടെലിനോമസ് റൊവാണി എന്ന് പറയുന്നത് അതൊരു predator അല്ല, അവരൊരു പാരസിറ്റോയിഡ് ആണ്. ഇറ്റ് ഇസ് എ നെറ്റ് പാരസിറ്റോയിഡ് ഓഫ് ലെപ്പിഡോപ്റ്ററൻ ഇൻസെക്ട്. സോ കെലോമിനസ് എക്സ്മാക്കുലേറ്റ ആരാം? അത് കോക്സിനെലിഡയിൽ വരുന്ന നമ്മുടെ ലേഡ്ലി ബേർഡ് ബീറ്റിൽ പോലത്തെ അതേ ഫാമിലി വരുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ക്രൈസോപെർല നമുക്കറിയാം, നമ്മുടെ ലേസ്വിങ്. ഡിഫ എപ്പിഡിവോറ ഇസ് എ പ്രിഡേറ്റർ ഓഫ് ഷുഗർ കെയിൻ, ഉള്ളി ഏഫിഡ്. ഓക്കെ, സോ ടെലിനോമസ് ആണ് ഇതിൽ പാരസിറ്റോയിഡ്. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ടെലിനോമസ്. Which of the following is correctly matched with the insect pest? So the first option is needle-like rolling and drying of leaf tip, rice hispa. റൈസ് ഹിസ്പ ഒരിക്കലും നീഡിലേക്ക് റോളിംഗ് കോസ് ചെയ്യില്ല. റൈസ് ഹിസ്പയുടെ സിംറ്റം എന്ന് പറയുന്നത് പാരലൽ സ്ട്രീക്സ് ആണ് കേട്ടോ. സോ ലീഫിൽ പാരലൽ സ്ട്രീക്സ് കണ്ടുവരുന്നെങ്കിൽ അതാണ് റൈസ് ഹിസ്പയുടെ മേജർ സിംറ്റം. പിന്നെ എക്സഡേഷൻ ഓഫ് ബ്രൗണിഷ് ലിക്വിഡ് ഫ്രം കോക്കനട്ട് ട്രങ്ക്. സോ കോക്കനട്ട് ട്രങ്കിലും റെഡ് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ എക്സഡേഷൻ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ red palm weevil. So the option B is the correct one. പിന്നെ dead heart in ginger is caused by Udaspes folus. So Udaspes folus ഒരു lepidopteran pest ആണ്. Defoliation ആണ് symptom, അല്ലാണ്ട് they do not അവർ borers അല്ല, they do not cause dead heart. പിന്നെ cutting of leaf tips, rice leaf tips and rolling of leaves is not Sporoptera mauritiana. So Sporoptera mauritiana നമുക്ക് മോസ്റ്റ്ലി കോസ് ചെയ്യുന്നത് ഡീഫോളിയേഷനും പിന്നെ സീഡ്ലിങ്സിനെയൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെയാണ് സ്പോഡോപ്റ്ററ. ആർമിവോം ആണ്. സോ ആർമിവോമിന്റെ മേജർ സിംറ്റംസ് ഡീഫോളിയേഷനും സീഡ്ലിംഗ് ഡാമേജും ആണ് കേട്ടോ. സോ ലീഫ് ടിപ്പ് കട്ട് ചെയ്യുന്നതൊന്നും റോളിംഗ് ഓഫ് ലീഫ് ഒന്നും കോസ് ചെയ്യുന്നത് സ്പോഡോപ്റ്ററ അല്ല. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, exudation of brownish liquid from coconut trunk is due to red palm weevil. Which of the following insecticide is a muscle poison? So muscle poison ഏതാണെന്നാണ് ചോദ്യം. ഡൈമിത്തോയേഡ്, ഡെൽറ്റാമെത്രിൻ, അസിറ്റമീപ്രിഡ് ആൻഡ് ക്ലോറാൻട്രാനിലിപ്രോൾ. സോ ഇതിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. ബാക്കി മൂന്നും നെർവ് പോയിസൺ ആണ്. ഒരെണ്ണം മാത്രമേ മസിൽ പോയിസൺ ആയിട്ടുള്ളൂ, ദാറ്റ് ഈസ് ക്ലോറാൻട്രാനിലിപ്രോൾ. സോ ഡൈമിത്തോയേഡ് അസിറ്റൈൽ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്, OP കോമ്പൗണ്ട് ആണ്. സോ ഡെൽറ്റാമെത്രിൻ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. ദേ ബിലോങ് ടു നമ്മുടെ സിന്തറ്റിക് പൈരിത്രോയിഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. അസിറ്റമിപ്രിഡ് ഇസ് എ നിയോനിക്കോട്ടിനോയിഡ് കോമ്പൗണ്ട്. സോ അവരും അസിറ്റൈൽ കോളൈൻ റിസപ്റ്ററിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. Which of the following can be successfully managed by biocontrol agent? ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സക്സസ്ഫുൾ മാനേജ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ പാരാകോക്കസ് മാർജിനേറ്റസ് ആണെങ്കിലും ഷുഗർ കെയിൻ ഉള്ളി ഏഫിഡ് ആണെങ്കിലും വൈറ്റ് ഫ്ലൈ ആണെങ്കിലും കോക്കനട്ട് ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ബയോകൺട്രോൾ ഏജന്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇൻസെക്റ്റുകളാണ്. പക്ഷേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചോയ്സ് വരുന്നത് പാരാകോക്കസ് മാർജിനേറ്റസ്, അതായത് പപ്പായ മിലിബഗ് നമുക്ക് എഴുതാം. പിന്നെ ഷുഗർ കെയിൻ ഉള്ളി ഏഫിഡ് എഴുതാം. ഡിഫ എഫിഡിവോറയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബയോകൺട്രോൾ ഏജന്റ്. പിന്നെ കോക്കനട്ട് ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ എഴുതാം. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ,
only 1, 2 and 4 ആണ് ട്ടോ. So white fly എന്ന് നോക്കുമ്പോൾ നമുക്ക് we don't have a successive biocontrol agent. So Paracoccus marginatus നമുക്ക് Asafoetida papaya, Anagyris, Lochicidium, Leptomastix mexicana ഒക്കെ യൂസ് ചെയ്യാം. sugarcane oleifidന് നമുക്ക് Diphyaphidivorum, ലേഡി ബേർഡ് വീറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കോക്കനട്ട് ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ നമുക്ക് ഒരുപാട് ബയോകൺട്രോൾ ഏജൻസ് ഉണ്ട്. എഗ് പാരസിറ്റോയിഡും പ്യൂപ്പലും എല്ലാം ആയിട്ട്. സോ ഗോണിയോസസ്, നെഫാനിഡിസ്, ബ്രക്കോൺ, ഹിബേറ്റർ, സോ ഇതൊക്കെ നമുക്ക് സക്സസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. സോ ദി ഓപ്ഷൻ ഈസ് കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിങ് ഫ്ലെക്സിയോൺ ഇസ് ആബ്സെന്റ് ഇൻ ഡാഷ്. സോ നമുക്കറിയാം വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡ്വാൻസ്ഡ് ക്യാരക്ടർ ആണ്. സോ കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾ വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം ഉണ്ടാവാറില്ല. സോ അങ്ങനെ രണ്ട് ഓർഡറാണ് നമുക്ക് വരുന്നത്. ഓഡോനേറ്റിയും എഫിമെറോപ്റ്ററയാണ് വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം ഇല്ലാത്ത ഓർഡറുകൾ. സോ ലെപ്പിഡോപ്റ്ററിലാണെങ്കിലും ഹെമിപ്റ്ററിലാണെങ്കിലും തൈസോപ്റ്ററിലാണെങ്കിലും കൂടി നമുക്ക് വിങ് ഫ്ലെക്സിംഗ് മെക്കാനിസം കണ്ടുവരാറുണ്ട്. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, എഫിമെറോപ്റ്ററ. സോ ഇത്രയാണ് നമ്മുടെ എൻഡമോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ട്ടോ.